വെൽക്കം ടു ടീം ലാംഡ. അപ്പൊ നമ്മൾ ഇന്ന് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ തിയറി പാർട്ടാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അഥവാ അറിയാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടതിന് ശേഷം നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒരു വര അല്ലെ, അതിനാണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ആ സ്ട്രെയിറ്റ് ലൈൻ എത്രത്തോളം ചെരിഞ്ഞിരിക്കുന്നോ അതിനെയാണ് നമ്മൾ അതിന് എന്തെന്ന് പറയുന്നത്, സ്ലോപ്പ് എന്ന് പറയുന്നത്. സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്തൊക്കെയുണ്ട്? ഒരെണ്ണം പറയുന്നത് ഇങ്ങനെയാണ്, ഇതാ സ്ട്രെയിറ്റ് ലൈൻ, ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ ട്ടാ. ഈ സ്ട്രെയിറ്റ് ലൈൻ വന്നിട്ട് എക്സ് ആക്സിസ്, അതായത് പോസിറ്റീവ് എക്സ് ആക്സിസ് ആയിട്ട് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സ്ലോപ്പിനെ ഞാൻ എം വെച്ച് ഡിനോട്ട് ചെയ്യാണ്. സോ എം എന്ന് പറയുന്നത് ടാൻ തീറ്റയാണ്. അതേപോലെ തന്നെ വേറൊരു സംഭവമാണ്, അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മുടെ കയ്യിലുണ്ട്. ആ സ്ട്രെയിറ്റ് ലൈനിന്റെ ഒരാള് x1 y1 ആണെന്ന് വിചാരിക്കാം, അടുത്ത ആള് x2 y2 ആണെന്ന് വിചാരിക്കുക. x2 y2 ആണെന്ന് വിചാരിക്കാം. എങ്കിൽ അവിടെ നിന്നും നമുക്കൊരു സ്ലോപ്പിന്റെ ഇക്വേഷൻ ഉണ്ട്. സ്ലോപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ഇതാണ് നമുക്ക് പഠിക്കേണ്ട രണ്ട് സ്ലോപ്പിന്റെ ഇക്വേഷൻ. അതേപോലെ തന്നെ രണ്ട് പാരലൽ ലൈൻസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരെ രണ്ടുപേരുടെ സ്ലോപ്പും, അതായത് ഇത് m1 എന്ന് ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഇത് m2 കൊടുക്കുകയാണെങ്കിൽ, ഇഫ് ടു ലൈൻസ് ആർ പാരലൽ ദെൻ ദെയർ സ്ലോപ്സ് ആർ ഈക്വൽ, ദാറ്റ് ഈസ് m1 ഈക്വൽ ടു m2. സിമിലർലി നമുക്ക് വേറൊരു കാര്യമുണ്ട്, രണ്ട് സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുകയാണ്, ഒരു പെർപെൻഡിക്കുലർ ആണെന്ന് വിചാരിക്കുക. ഒരാൾക്ക് m1 ഉണ്ടെന്നായിരിക്കും, ഒരാൾക്ക് m2 ഉണ്ടെന്നായിരിക്കും. ദെൻ നമുക്ക് പറയാൻ പറ്റും m1 ഇൻറ്റു m2 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് -1 ആണ്. ഇതാണ് നമുക്ക് സ്ലോപ്പ്. ഇനി അടുത്തത് രണ്ട് സ്ട്രെയിറ്റ് ലൈൻ തന്നേക്കാണ് കേട്ടോ. അതായത് നമ്മൾ സാധാരണ രണ്ട് സ്ട്രെയിറ്റ് ലൈൻ തന്നേക്കാണ്, എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ. അവർ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാന്ന് വിചാരിക്കാം. എങ്കിൽ ആ തീറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ നോക്കാൻ പോകണം. അല്ലെങ്കിൽ നമുക്ക് ടാൻ തീറ്റ എന്ന് ഡയറക്റ്റ് ചെയ്താം. ടാൻ തീറ്റ എന്ന് പറയുന്നത് എങ്ങനെയാണ്, m1 മൈനസ് m2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് m1 ഇൻറ്റു m2. ഈ m1 m2 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് ലൈനിന്റെ, അതായത് ഒരു ലൈനിന്റെ സ്ലോപ്പും മറ്റേ ലൈനിന്റെ സ്ലോപ്പുമാണ് m1 m2. പിന്നെ ഇപ്പൊ നമുക്ക് ചെയ്തു വന്നപ്പോ ചിലപ്പോ m1 മൈനസ് m2 നെഗറ്റീവ് ആയിരുന്നു വിചാരിക്കും. വിഷയമില്ല, ടെൻഷൻ അടിക്കേണ്ട, അവിടെ മോഡുലസ് ഉണ്ട്. അപ്പൊ ടാൻ തീറ്റ എന്ന് പറയുന്നത് ഇതാണ്. അവിടെ നിന്ന് തീറ്റ ആയിക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇതാണ് നമുക്ക് ഈ സ്ലോപ്പ് ഉപയോഗിച്ചുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് സെക്ഷൻ ഫോർമുലയിലേക്ക് പോവാം അല്ലെ. അപ്പൊ സെക്ഷൻ ഫോർമുല എന്ന് പറയുമ്പോഴേ രണ്ടെണ്ണം ഉണ്ട്. അതായത് എക്സ്റ്റേണൽ ഡിവിഷൻ ഉണ്ട്, അതേപോലെ തന്നെ എക്സ്റ്റേണൽ ഡിവിഷൻ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഒരാണ് ഇന്റേണൽ ഡിവിഷൻ. ഇന്റേണൽ നമുക്കറിയാം, ഇന്റേണൽ നല്ല എളുപ്പമായിരുന്നു അല്ലെ. അതായത് ഇപ്പം ഒരു വരയുണ്ടെന്ന് വിചാരിക്കുക, ആ വരനെ നടുക്ക് വെച്ചിട്ട് m:n എന്ന് പറഞ്ഞ റേഷ്യോയിൽ കട്ട് ചെയ്തേക്കാണ്. ഈ പോയിന്റ് x1, y1 അതേപോലെ തന്നെ ഈ പോയിന്റ് x2, y2 ആന്ന് വിചാരിക്കുക. എങ്കിൽ ഇവിടത്തെ ഈ പോയിന്റ് ഇല്ലേ, അതിനെ ഞാൻ എക്സ് വൈ എന്ന് വിളിച്ചേക്കാന്ന് വിചാരിക്കും. ആ എക്സ് എന്ന് പറയുന്നത് എന്തെന്നാ വരുന്നത്, mx2 പ്ലസ് nx1 ഡിവൈഡഡ് ബൈ m പ്ലസ് n. അതേപോലെ ആ y കോർഡിനേറ്റ് എന്ന് പറയുന്നത് my2 മൈനസ് ny1 ഡിവൈഡഡ് ബൈ പ്ലസ് തന്നെയാണ്, my2 പ്ലസ് ny1 ഡിവൈഡഡ് ബൈ m പ്ലസ് n. അതായത് എക്സിന്റെ നേരെ y കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതാണ് ഇന്റേണൽ ഡിവിഷൻ. നമുക്ക് ഈക്വൽ, അതായത് മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ എമ്മിനും എന്നിനും 1 ഇട്ട് കൊടുത്ത് ചെയ്യാം. അപ്പൊ x1 പ്ലസ് x2/2 y1 പ്ലസ് y2/2. അങ്ങനെയാണ് നമ്മൾ ഇന്റേണൽ ഡിവിഷനിൽ എന്ത് കണ്ടുപിടിക്കുന്നത്, രണ്ട് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി എക്സ്റ്റേണൽ ഡിവിഷൻ നോക്കിയാലോ. എക്സ്റ്റേണൽ ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ്. പുറത്തുനിന്ന് ഒരാൾ ഡിവിഷൻ നടത്തുന്നതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ R എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കും. അതേപോലെ P എന്ന് പറഞ്ഞൊരു പോയിന്റ് നമ്മുടെ കയ്യിലുണ്ട്, പിന്നെ Q എന്ന് പറഞ്ഞ പോയിന്റ് നമ്മളുണ്ട്. അതിൽ P നെ ഞാൻ x1, y1 എന്ന് വിളിച്ചു, Qനെ x2, y2 എന്ന് വിളിച്ചു എന്ന് വിചാരിക്കുക. ഇത് എന്റെ ഇവിടത്തെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് x, y ആണ്. അപ്പൊ ഇങ്ങനെയാണ് ഡിവിഷൻ. ഈ R എന്ന് പറയുന്ന ആളാണ്, അതായത് ഇങ്ങനെ ദാ 6 വരെ m റേഷ്യോ, അതേപോലെ Q തൊട്ട് 6 വരെ n റേഷ്യോ. അങ്ങനെയാണ് എക്സ്റ്റേണൽ ഡിവിഷൻ കൊണ്ട് അർത്ഥം. ഇതിന്റെ ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ, അതിന്റെ പ്രൂഫ് വരുന്നത്. കാരണം ഇപ്പൊ നമുക്ക് ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതിയല്ലോ, ലെങ്ത് ആക്കണ്ടല്ലോ വീഡിയോ, നമുക്ക് ബോറടിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ എക്സ്റ്റേണൽ ഡിവിഷൻ. എളുപ്പമാണ് പഠിക്കാനായിട്ട്. നമ്മൾ ആ ആറിന്റെ കോർഡിനേറ്റ്, അതായത് x, y കണ്ടുപിടിക്കണ്ടേ. ആ x എന്ന് പറഞ്ഞു കഴിഞ്ഞാല് mx2 മൈനസ് nx1 കണ്ട.
ഒന്നുമില്ല, അതിന് നേരെ മൈനസ് ചിഹ്നം ഇട്ട് കൊടുത്താൽ മതി. y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? അപ്പൊ m/2 മൈനസ് n/1 ഡിവൈഡഡ് ബൈ m മൈനസ് n. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, നമ്മൾക്ക് ഇവിടെ റേഷ്യോ എന്ന് പറയുന്നത് m/n അല്ലേ, എന്ന് പറഞ്ഞാൽ രണ്ടും അൺനോൺസ് അല്ലേ. അപ്പൊ വേണമെങ്കിൽ ഡിപ്പെൻസ് ആണ് കേട്ടോ. m/n അപ്പൊ എനിക്ക് 1:n/m എന്ന് വിളിച്ചൂടെ? എന്ന് പറഞ്ഞാൽ ഈ n/m ഞാൻ ലാംഡ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ 1:λ. അപ്പൊ ലാംഡ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ 2, 3 എന്ന് പറയുന്ന നമ്പർ ആണ് നിർബന്ധമൊന്നുമില്ല, റേഷ്യോ ആവാൻ നമുക്ക് കേട്ടോ. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ലാംഡ എന്ന് പറയുന്ന ഒരു അൺനോൺ മാത്രം കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അത് കഴിഞ്ഞില്ല. അപ്പൊ സപ്പോസ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ലാംഡ എന്ന് പറയുന്നത് വില 2/3 കിട്ടിയെന്നിരിക്കും. നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം അത് n/m അല്ലേ, റേഷ്യോ നമ്മൾ എടുത്തത് എന്താ? m/n അല്ലേ. അപ്പൊ നമുക്ക് അതിനെ 3:2 എന്ന് പറഞ്ഞ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഒരു ഉപകാരം ഉണ്ട്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വ്യത്യാസമൊന്നുമില്ല നമുക്ക് വലിയ കാര്യമായിട്ട്. അതേപോലെ തന്നെ വേറൊരു കണ്ടന്റ് കൂടി ഞാൻ പറയാം. പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇന്റേണൽ ഇക്വേഷൻ കാണാണ്ട് പഠിച്ചു വെച്ചേക്കാം. എക്സ്റ്റേണൽ അവിടെ നിൽക്കട്ടെ, ഇന്റേണൽ കാണാണ്ട് പിടിച്ചു വെച്ചേക്കാം. എന്നിട്ട് നമ്മളിപ്പം ഈ m/n എന്ന് പറഞ്ഞ റേഷ്യോ നമ്മൾ 1:λ എന്നാക്കുന്നു. ആൻഡ് ലാംഡയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞത് എനിക്ക് വില -3/2 കിട്ടിയെന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ n/m ആയിരുന്നില്ലേ നമുക്ക്. അപ്പൊ m/n 2:3 വരും. നെഗറ്റീവ് ആയതുകൊണ്ട് എന്ത് ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്തത്? ഇന്റേണലിന്റെ ഇക്വേഷൻ ആണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ കിട്ടുന്ന റേഷ്യോ നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിച്ച ഇക്വേഷൻ ഇന്റേണൽ അല്ല വേണ്ടത്, ഏതാ വേണ്ടത്? എക്സ്റ്റേണൽ. അപ്പൊ എക്സ്റ്റേണൽ ഡിവിഷൻ ആയിരിക്കും. അതേപോലെ വിത്ത് റേഷ്യോ 2:3 ആയിരിക്കും. ഇങ്ങനെ എഴുതാൻ പറ്റണം. പക്ഷെ നമ്മൾ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്തപ്പോൾ ഏത് ഇക്വേഷൻ ഉപയോഗിച്ച? ഇന്റേണൽ ഇക്വേഷൻ. അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞത്? ഇന്റേണൽ ഇക്വേഷൻ അപ്ലൈ ചെയ്തു, റേഷ്യോ 1:λ എടുത്തു. ലാംഡയുടെ വാല്യൂ നെഗറ്റീവ് ആണ് കിട്ടിയെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് റേഷ്യോ എഴുതുമ്പോൾ 2:3 എഴുതാം. അതേപോലെ ഡിവിഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് റെപ്രസെന്റ് ചെയ്യുന്നത് അത് എക്സ്റ്റേണൽ ഡിവിഷൻ ആണെന്നാണ്. പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ സുഖ, അത് ഇന്റേണൽ ഡിവിഷൻ തന്നെയാണ്. അപ്പൊ ഇക്വേഷൻ പഠിച്ചാൽ പോരാ നമുക്ക്. അത് വിചാരിച്ച് ഞാൻ പറഞ്ഞ ഇന്റേണൽ ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചേക്കാം. കിട്ടുന്ന റേഷ്യോയിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് ഡിവിഷൻ ഈസ് എക്സ്റ്റേണൽ. ആൻഡ് കിട്ടുന്ന റേഷ്യോ പോസിറ്റീവ് ആണെങ്കിൽ ദാറ്റ് ഡിവിഷൻ ഈസ് ഇന്റേണൽ. അവിടുന്ന് റേഷ്യോ നമ്മൾ ലാംഡ അല്ലേ, ലാംഡ എന്ന് പറഞ്ഞാൽ n/m അല്ലേ. നമ്മൾ ആക്ച്വലി എടുക്കുന്ന റേഷ്യോ എന്താ? m/n. അപ്പൊ താഴത്തുള്ള ആളാണ് m ആയിട്ടും മുകളിലുള്ള ആളെ n ഉം. അതുകൊണ്ടാണ് ഞാനിവിടെ 2:3 എന്ന് വിളിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ ഡിവിഷന്റെ കാര്യത്തില്? അടുത്തതെന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ആണ്. അത് നിങ്ങൾ വെറുതെ ഇതിനകത്ത്, അതായത് +1 പഠിച്ച ഇക്വേഷനേക്കാൾ ഉപരി നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നത് +2 ഡിറ്റർമിനന്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതായത് x1, y1 എന്ന് പറഞ്ഞൊരു കോർഡിനേറ്റ് ഉണ്ട്. അതേപോലെ x2, y2 എന്ന് പറഞ്ഞൊരു കോർഡിനേറ്റ് ഉണ്ട്. x3, y3 എന്ന് പറഞ്ഞൊരു കോർഡിനേറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. എങ്കിൽ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് x1, y1 1, അതേപോലെ x2, y2 1, പിന്നെ x3, y3 1. ഇത് ഒരെണ്ണം പഠിച്ചാൽ മതി കേട്ടാ. മറ്റേത് വേണ്ട. ഇതിന് എക്സ്പാൻഷൻ ഫോം ആണ് നമ്മൾ +1 പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഡിറ്റർമിനന്റ് പഠിച്ചാൽ മതി. അപ്പൊ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ കിട്ടിയില്ലേ. ഇനി 3 പോയിന്റ്സ് കൊളീനിയർ എന്ന് പറഞ്ഞാൽ അവരൊറ്റ വരയിലാന്ന് വിചാരിക്കുക. എങ്കിൽ ട്രയാങ്കിൾ ഫോം ചെയ്യില്ലല്ലോ. അപ്പൊ കൊളീനിയർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഏരിയ എന്ന് പറയുന്നത് 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ദാറ്റ് ഡിറ്റർമിനന്റ്, അതായത് x1, y1 1, പിന്നെ x2, y2 1 ആൻഡ് x3, y3 1 എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷൻ ഓഫ് ലൈൻ ആണ്. ആ ഇക്വേഷൻ ഓഫ് ദ ലൈൻ എന്ന് പറഞ്ഞത് ഒരു 3-4 ടൈപ്പ് ഉണ്ട്. ആ 3-4 ടൈപ്പ് അങ്ങോട്ട് പഠിച്ചാൽ മതി. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നതാണ് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. അപ്പൊ നോക്കിയാൽ സ്ലോപ്പും വേണം, ഇന്റർസെപ്റ്റും വേണം. ഓക്കെ അല്ലെ. സ്ലോപ്പ് എന്ന് പറയുന്നത് m, ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് c ആണ്. ഇന്റർസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നമ്മൾ വരക്കുന്ന വരയുണ്ടല്ലോ, ആ വര y ആക്സിസിൽ കൂട്ടിമുട്ടുന്ന പോയിന്റിനാണ് നമ്മൾ y ഇന്റർസെപ്റ്റ് ആണ് c. ഓക്കെ അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കിയേ, y ഈസ് ഈക്വൽ ടു mx പ്ലസ് c അല്ലേ. നോക്കിയേ, എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ലോപ്പ് m ആണ്, c കണ്ട y സ്ലോപ്പ് ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് m ഉം വേണം, c യും വേണം. c എന്ന് പറയുന്നത് y ഇന്റർസെപ്റ്റ് ആണ്. ഒരു ഇക്വേഷൻ പഠിച്ചില്ലേ. അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു പോയിന്റ്, അതായത് പോയിന്റ് സ്ലോപ്പ് ഫോം അല്ലെങ്കിൽ സ്ലോപ്പ് പോയിന്റ് ഫോം എന്താണെങ്കിൽ അത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഒരു പോയിന്റ് വേണം, സ്ലോപ്പ് വേണം. സ്ലോപ്പ് നമ്മുടെ ആസ് യൂഷ്വൽ m തന്നെയാണ് അല്ലെ. പോയിന്റ് എന്ന് പറഞ്ഞാൽ അതേതാ? x1, y1 ആയിരിക്കാം. എന്ന് പറഞ്ഞാൽ എന്താ ഇക്വേഷൻ വരാൻ പോണേ? നമുക്ക് സ്ലോപ്പ് ഇതല്ല, ഒരു പോയിന്റ് ഇല്ല നമ്മുടെ കയ്യില്. സോ y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1. ഇക്വേഷൻ ആയില്ലേ. അടുത്തത്
2 പോയിന്റ് ഫോം. 2 പോയിന്റ് ഫോം എന്ന് വെച്ചാൽ എന്നിട്ട് അർത്ഥം 2 പോയിന്റ് അല്ലെ എന്ന് പറഞ്ഞാൽ അത് ഏതൊക്കെയാ വരാ x1 y1 വരും, അതേപോലെ x2 y2 വരും. ശരിയല്ലേ? അത് നോക്കിയേ നമുക്ക് എമ്മിന്റെ ഇക്വേഷൻ പോലെ മാറ്റി എഴുതിയാൽ മതി. ബാക്കി നിങ്ങൾ നോക്കി നോക്കിയേ y മൈനസ് y1 ഈക്വൽ ടു സ്ലോപ്പിന്റെ ഇക്വേഷൻ സ്റ്റാർട്ടിങ് എന്താ പറഞ്ഞ നമ്മള് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇൻറ്റു എക്സ് മൈനസ് x1. കണ്ട തൊട്ട് മുന്നത്തെ ഇക്വേഷൻ ഉണ്ടാക്കിയെടുത്തതാണ് ഈ തേർഡ് വൺ എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇന്റർസെപ്റ്റ് ഫോം ആണ് കേട്ടാ. ഇന്റർസെപ്റ്റ് എന്ന് പറയുമ്പോൾ അപ്പോഴും നമുക്കിത് ഇവിടുത്തെ ഇന്റർസെപ്റ്റ് സി ആയിരുന്നു അല്ലെ, ഇവിടുത്തെ ഇന്റർസെപ്റ്റ് എന്ന് പറയുമ്പോൾ രണ്ടും എക്സുമേയും വൈയുമേയും കൂട്ടിമുട്ടുന്ന പോയിന്റ്. അപ്പൊ ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സ് ആക്സിസുമേയും വൈ ആക്സിസുമേയും കൂട്ടിമുട്ടണം. എക്സ് ആക്സിസുമേ കൂട്ടിമുട്ടുന്നത് എ ആന്ന് വിചാരിക്കുക, വൈ ആക്സിസുമേ ബി ആന്ന് വിചാരിക്കുക. ദെൻ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈസ് ഈക്വൽ ടു 1. ഇതാണ് നമ്മളുടെ ടെക്സ്റ്റ്, നമ്മൾ +1 ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിച്ച ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഒരെണ്ണം കൂടി ഉണ്ട്, അത് നിങ്ങൾ +1 എന്താ പറയാ ഡിലീറ്റഡ് പോർഷൻ ആയിരുന്നേ. ആ ഫോം എന്ന് പറയുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് നോർമൽ ഫോം. ഓക്കെ, അപ്പൊ നോർമൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്രേ ഉള്ളൂ. ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മുടെ കയ്യിലുണ്ട്. ആ സ്ട്രെയിറ്റ് ലൈനില് അതാണ് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ ട്ടാ. അതിന് നമ്മളൊരു ആംഗിൾ അവിടേക്ക് നമ്മൾ ആൽഫ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഡിസ്റ്റൻസ് പി ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് പി ഈസ് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചു വെച്ചേക്കണത്. പെർപെൻഡിക്കുലർ ഫ്രം ദ ഒറിജിൻ ടു ദ ലൈൻ ആണ്. അതായത് നമ്മൾ ഈ ലൈനിലേക്ക് കൊടുത്തേക്കണതാണ്. അപ്പൊ ഇവിടെ എന്തായാലും 90 ഡിഗ്രി ആവില്ലല്ലോ, അപ്പുറത്ത് 90 ഡിഗ്രി ആവും, അത് കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? എക്സ് കോസ് ആൽഫ പ്ലസ് വൈ സൈൻ ആൽഫ ഈക്വൽ ടു പി. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ജനറൽ ഫോമാറ്റ് ആണ് കേട്ടോ. എക്സ് കോസ് ആൽഫ പ്ലസ് വൈ സൈൻ ആൽഫ എന്ന് പറയുന്നത് പി ആണ്. പി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ആൽഫ എന്ന് പറയുന്നത് ആംഗിൾ ആണ് കേട്ടോ. ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും അതേപോലെ എക്സ് ആക്സിസ് തമ്മിലുള്ള ആംഗിൾ ആണ് നമ്മളുടെ ആൽഫ എന്ന് പറയുന്നത്. ഇത് രണ്ടും ഇട്ട് കൊടുത്ത് ഫോം ചെയ്യുന്നതാണ് നമ്മളുടെ നോർമൽ ഫോം. ഇത്രയും ടൈപ്പ് ഓഫ് ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പൊ ഇതൊന്നും അല്ലാണ്ട് ജനറൽ ഫോം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതൊക്കെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ജനറൽ ഫോം എന്ന് പറയുന്നത് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0. ഇതാണ് ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് സ്ലോപ്പ് പറയാൻ പറ്റുമോ? അത് പറഞ്ഞുതരാം. സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് എ ഡിവൈഡഡ് ബൈ ബി ആണ്. അതൊന്നുമില്ല, ഈ നോക്ക് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 എനിക്ക് ബി വൈ ഈക്വൽ ടു മൈനസ് എ എക്സ് മൈനസ് സി എന്നും ദെൻ വൈ ഈസ് ഈക്വൽ ടു മൈനസ് എ ബൈ ബി എക്സ് മൈനസ് സി ബൈ ബി എന്ന് എഴുതിക്കൂടെ. ഇതിൽ ഈ മൈനസ് എ ബൈ ബി എന്ന് പറയുമ്പോൾ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം പ്രകാരം എം എക്സ് പ്ലസ് സി, അതിനകത്ത് എമ്മിന് പകരം മൈനസ് എ ബൈ ബി അല്ലേ, അതാണ് അവിടെ എഴുതി വെച്ചേക്കണേ കേട്ടാ. അപ്പൊ സ്ലോപ്പ് പക്ഷെ നമുക്ക് 1 വേർഡ് ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. 2 ലൈൻസ് പാരലൽ ആണെന്ന് വിചാരിക്കുക. അതിൽ ഒരാളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് വിചാരിക്കും. എങ്കിൽ അടുത്ത ആളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് കെ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കോൺസ്റ്റന്റിന് മാത്രമാണ് വ്യത്യാസം ഉണ്ടാകുന്നത്. ഇനി 2 ലൈൻസ് പെർപെൻഡിക്കുലർ ആണെന്ന് വിചാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടേത് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 എന്നായിരിക്കും. എങ്കിൽ അതേയും അതേ ബിയും തന്നെയാണ്, പക്ഷെ എഴുതുമ്പോ ഇങ്ങനെ ബി എക്സ് മൈനസ് എ വൈ. കണ്ട, എയും ബിയും തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്, പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട്. ബി എന്ന് പറയുന്നത് എക്സിന് കൊടുക്കുക, എ ഉള്ളതിന് നെഗറ്റീവ് ഇട്ട് കൊടുത്തിട്ട് വൈക്ക് കൊടുക്കുക, പിന്നെ കോൺസ്റ്റന്റിനും വ്യത്യാസം ഉണ്ടാവും. ഇതാണ് 2 പെർപെൻഡിക്കുലർ ലൈനിന്റെ ഇക്വേഷൻസ് തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. നമ്മൾ കണ്ടത് എന്തിട്ടായിരുന്നു? ഈ പറഞ്ഞ സംഭവത്തിന്, അതായത് സ്ട്രെയിറ്റ് ലൈനിന്റെ പോയിന്റ് ഒക്കെ തരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്റർസെപ്റ്റ് തരാണെങ്കിൽ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള രീതിയാ പറഞ്ഞ അല്ലെ. ഇനി നമുക്ക് തിരിച്ചങ്ങടാക്കല് ഒരെണ്ണം ഞാനിവിടെ കാണിച്ചു തന്നു. അതായത് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 ആയതിനെ ഞാൻ എന്ത് ചെയ്തു? വൈ ഈക്വൽ ടു മൈനസ് എ ബൈ ബി എക്സ് പ്ലസ് മൈനസ് സി ബൈ ബി എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റി. ഇത് ഏതാ ഫോമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ഫോമാറ്റ്. ഇതാണ് നമ്മുടെ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. ഇതേപോലെ നമുക്ക് ഓരോരുത്തരെ മാറ്റി എഴുതാൻ പറ്റൂട്ടാ. ഓരോരുത്തരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന് ഞാൻ വേറെ കാണിച്ചു തരാം. എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു മൈനസ് സി കൊടുക്കൂ. നമുക്ക് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിനകത്ത് ഈക്വൽ ടു 1 അല്ലേ ഉള്ളൂ. സോ ഞാൻ ടോട്ടൽ ഡിവൈഡ് ബൈ മൈനസ് സി ചെയ്തു. അപ്പൊ എനിക്ക് എന്താ കിട്ടാൻ പോണേ? എ എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് സി. പിന്നെ
ബി വൈ ഡിവൈഡഡ് ബൈ മൈനസ് സി ഈക്വൽ ടു 1 ആയില്ലേ. അവിടെ നിന്ന് എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് സി ഡിവൈഡഡ് ബൈ എ പ്ലസ് വൈ ഡിവൈഡഡ് ബൈ മൈനസ് സി ബൈ ബി ഈക്വൽ ടു 1 കണ്ട ഇന്റർസെപ്റ്റ് ഫോം ആയത് കണ്ട. ഇതേപോലെ നമുക്ക് എല്ലാ ഫോമാറ്റിലും തിരിച്ചതിനെ മാറ്റാനായിട്ട് പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇതുണ്ടാവില്ല, നോർമൽ ഫോം ആക്കി മാറ്റാനുള്ള ഒരു ഐഡിയ ആണ് ഞാൻ പറയുന്നത്. അതായത് ഇത് തന്നെ ഇക്വേഷൻ ഇങ്ങനെ തന്നെയാണല്ലോ എങ്ങനെ വന്നാലും ഉണ്ടാവുക. എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് വിചാരിക്കുക. അപ്പൊ ഈ പറഞ്ഞ സാധനത്തിന് നമ്മൾ ഈക്വൽ ടു സി രൂപത്തിലാക്കാം, അല്ലെങ്കിൽ അതിപ്പോ ഒന്നില്ലെങ്കിൽ ഇതുപോലെ ആക്കാം, തൊട്ടു മുന്നാക്കിയ പോലെ ആക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എ എക്സിനെയും ബി എക്സിനെയും തിരിച്ചിട്ടാ പോരെ. അപ്പൊ മൈനസ് എ എക്സ് മൈനസ് ബി വൈ ഈക്വൽ ടു സി ആയില്ലേ. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ചെയ്യുന്നത് ഇവിടത്തെ ഡിവൈഡ് ത്രൂ ഔട്ട് വിത്ത് റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിവൈഡ് ബൈ റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, അതേപോലെ ഡിവൈഡഡ് ബൈ റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി ഡിവൈഡ് ബൈ റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നോക്കിയേ ഇതെന്തായി മൈനസ് എ ഡിവൈഡഡ് ബൈ റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എക്സ്, പിന്നെ പ്ലസ് മൈനസ് ബി ഡിവൈഡഡ് ബൈ റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ വൈ ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ശരിയായില്ലേ ഈ പറഞ്ഞ സാധനം എന്ന് പറയുന്നത്. നമ്മളുടെ ജനറൽ ഫോമാറ്റ് എന്തായിരുന്നു? ജനറൽ ഫോമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ നോർമൽ ഫോമിന്റെ ഫോമാറ്റ് കേട്ടാ. എന്തായിരുന്നു നമുക്ക്? കോസ് ആൽഫ എക്സ് പിന്നെ വൈ സൈൻ ആൽഫ ഈക്വൽ ടു പി എന്നല്ലായിരുന്നേ. നോക്കൂ, അപ്പൊ ഇവിടുന്ന് കോസ് ആൽഫ എന്ന് പറഞ്ഞത് രണ്ടും കൂടി കമ്പയർ ചെയ്തേ. സോ കോസ് ആൽഫ എന്ന് പറയുന്നത് മൈനസ് എ ഡിവൈഡഡ് ബൈ എ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അല്ലേ. സോ കോസ് ആൽഫ ഈക്വൽ ടു മൈനസ് എ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. സിമിലർലി എന്താ വൈന്റെ തൊട്ടടുത്താണ് സൈൻ ആൽഫ എടുക്കണേ. അവിടെ സൈൻ ആൽഫ ഈക്വൽ ടു മൈനസ് ബി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അതേപോലെ സി ഡിവൈഡഡ് എന്ന് പറയുന്നത് നമ്മളുടെ പി ആയി മാറുന്നു. അങ്ങനെയാണ് നമ്മൾ തിരിച്ച് റെപ്രസെന്റേഷൻ ചെയ്യുന്നത്. നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല പഠിക്കാനുണ്ട് അല്ലെ. ഈ രണ്ട് പാരലൽ ലൈനിന്റെ ഇക്വേഷന്റെ കഥ ഞാൻ പറഞ്ഞൊന്നുമില്ല. രണ്ട് പാരലൽ ലൈനാണെങ്കിൽ എന്താ പ്രത്യേകത ഉള്ളത്? കോൺസ്റ്റന്റിന്റെ വ്യത്യാസമുള്ളൂ അല്ലെ. എന്ന് പറഞ്ഞാൽ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു, ഒരാൾ C1 ആണെങ്കിൽ അടുത്ത ആള് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് C2 ഈക്വൽ 0. ഒന്നുമില്ല, നിങ്ങളുടെ ബുക്കിനകത്ത് നിങ്ങൾ പഠിച്ചത് C1 C2 ആയിട്ടാണ്, K അല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ C1 C2 അതേ ഇക്വേഷൻ ഓർത്തിരുന്നോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തേട്ടാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ട് പാരലൽ ലൈൻസ് തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവില്ലേ, ആ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഇവർക്ക് വ്യത്യാസം C1 C2 അല്ലേ. C1 മൈനസ് C2 അതിപ്പം വലുതിന് ചെറുത് കുറച്ചോട്ടെ ചെറുതിന് വലുത് കുറച്ചോട്ടെ കുഴപ്പമില്ല, കാരണം മോഡുലസ് എടുക്കുന്നുണ്ട്. ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, ഇനി അതേപോലെ തന്നെ വേറൊരു സംഭവം ഉണ്ട്. അതായത് നമ്മുടെ കയ്യിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടെന്ന് വിചാരിക്കാം. ആ സ്ട്രെയിറ്റ് ലൈനും അതേപോലെ തന്നെ ഇവിടെ ഒരു പോയിന്റും ഉണ്ടെന്ന് വിചാരിക്കാം. അതായത് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻസിൽ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് P, X, Y ഉണ്ടെന്ന് വിചാരിക്കുക. താഴെ തന്നിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ഒരു ഇക്വേഷൻ ഉണ്ട്, AX പ്ലസ് BY പ്ലസ് C ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് തന്നേക്കാന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതായത് ഒരു പോയിന്റ്, ആ പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ലേ, ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാവുന്ന ഇക്വേഷൻ ആണ് ഈ പറയാൻ പോണത് കേട്ടാ. എന്ന് പറഞ്ഞാൽ X1 Y1 നമ്മുടെ കയ്യിലുണ്ട് കേട്ടാ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് AX1 പ്ലസ് BY1 പ്ലസ് സി, അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ ഞാൻ അതിന്റെ മോഡുലസ് എടുക്കുന്നുണ്ട്, ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇതാണ് നമ്മളുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനായിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾ +1 നിന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അപ്പൊ എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മൾ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്ന വീഡിയോയിലേക്ക് വരിക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ഓക്കെ, താങ്ക് യു ഓൾ.